All are fine? എല്ലാവരും ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കന്മാരായിട്ട് ഇരിക്കുവാണല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, പഠിച്ചു തുടങ്ങാം. ഓക്കെ ചിൽഡ്രൻ? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇപ്പം നമുക്ക് ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത്. പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ സ്റ്റോറി കണ്ടിന്യൂഷനാണ്. ഓക്കെ, പേജ് നമ്പർ 23. ഓക്കെ, ദ വില്ലേജർ plucks a hair. Despite the sadhu's protest, he lets out another cry of pain. Villager 1. One for me too, reply. People crowd around the sadhu and he screamed loudly. Sadhu, oh God, stop it, you fools. Raman, trying hard to hide his laughter. My lord, please do not deny for devotee the keys to heaven. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? രാമൻ എന്ത് ചെയ്യുന്നു? രാമൻ അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഞാനൊരു ലക്കിയസ്റ്റ്, വേൾഡിലെ ലക്കിയസ്റ്റ് മാൻ ഞാനാണ്. കാരണം എന്താണ്? നമ്മുടെ സാധുവിൻ്റെ ഒരു ഹെയർ, താടിയിൽ നിന്നുള്ളൊരു ഹെയർ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ്, ഡയറക്റ്റ് ഞാൻ ഹെവനിലേക്കാണ് പോകാനുള്ള ഒരു പവറാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ വില്ലേജേഴ്സ് എല്ലാം എന്താണ്, പ്ലക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ദ വില്ലേജർ പ്ലക്ക് എ ഹെയർ ഡിസ്പൈറ്റ് ദ സാധുസ് പ്രൊട്ടസ്റ്റ്. ഹി ലെറ്റ്സ് ഔട്ട് അനദർ ക്രൈ ഓഫ് പെയിൻ. അദ്ദേഹത്തിന് സാധുവിന് എന്താണ്, ഇങ്ങനെ ഈ ഹെയർ പ്ലക്ക് ചെയ്യാൻ ചെയ്യുമ്പോൾ വേദന കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വില്ലേജർ 1. വൺ ഫോർ മീ ടു. വില്ലേജർ 1 എന്താ പറഞ്ഞത്? എനിക്കൊരെണ്ണം തരാവോ? പീപ്പിൾ ക്രൗഡ് അറൗണ്ട് ദി സാധു ആൻഡ് ഹീ സ്ക്രീം ലൗഡ്ലി. അദ്ദേഹം എന്താണ്, സ്ക്രീം ചെയ്യാൻ തുടങ്ങി, ലൗഡായിട്ട് സ്ക്രീം ചെയ്യാൻ തുടങ്ങി. സാധു, ഓ ഗോഡ് സ്റ്റോപ്പ് ഇറ്റ് യു ഫൂൾ. നിങ്ങളൊന്ന് നിർത്തൂ വിഡ്ഢികളെ എന്ന് സാധു വിളിച്ചു പറയുന്നു. രാമൻ, ട്രൈങ് ഹാർഡ് ടു ഹൈഡ് ഹിസ് ലാഫർ. അദ്ദേഹത്തിന് വളരെ ചിരിയങ്ങ് വന്നതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കുന്നു. മൈ ലോർഡ്, പ്ലീസ് ഡു നോട്ട് ഡെനി യുവർ ഡിവോട്ടീസ് ദ കീസ് ടു ഹെവൻ. എന്താണ്, നിങ്ങൾ തടയരുത് നിങ്ങളുടെ ഡിവോട്ടീസിനുള്ള എന്തിൻ്റെ അവസരമാണ്? ഹെവനിലേക്കുള്ള കീ ആണ് ഈ എന്താണ്, ഈ താടിയിൽ നിന്ന് ഓരോ ഹെയർസും പ്ലക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളതിനെ എന്താണ്, ഡിനൈ ചെയ്യരുത് എന്ന് പറയുന്നു. ഓക്കെ, the sadhu tried to escape. He falls down. People couldn't let him go. He somehow managed to wriggle out, leaving pieces of his torn shirt in the hands of the devotees. He runs for his life. ഈ സാധു ഇത്രയൊക്കെ കേട്ടപ്പോൾ എന്താണ്, അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം എന്താണ്, ആൾക്കാരെല്ലാം ആ സാധുവിന് ചുറ്റുമായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ഷർട്ടൊക്കെ ഇങ്ങനെ എന്താണ്, പീസസ് ആയിട്ട് ഇങ്ങനെ വ്രിഗിൾ ചെയ്തുകൊണ്ടിരുന്നു. ഹി റൺസ് ഫോർ ഹിസ് ലൈഫ്. അവൻ്റെ ജീവനും കൊണ്ട് സാധുവിൻ്റെ ജീവനും കൊണ്ട് ഓടി. ദ പീപ്പിൾ ചേസ് ഹിം. Raman, I hope you now know how holy this sadhu was. He wanted only your money and gift. രാമൻ എന്താണ് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ ഇത്രയും ആരാധിച്ചു കൊണ്ടിരുന്ന ആ സാധുവിൻ്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് ലക്ഷ്യമെന്നത്? ഹി വാണ്ടഡ് ഓൺലി യുവർ മണി ആൻഡ് ഗിഫ്റ്റ്. നിങ്ങളുടെ മണിയും ഗിഫ്റ്റുകളും മാത്രമാണ് സാധുവിന് ആവശ്യം. ഓൾ ഓഫ് അസ് ക്യാൻ ഗെറ്റ് റിച്ച് ബൈ വർക്കിംഗ് ഹാർഡ്. നമുക്ക് എങ്ങനെയാണ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് റിച്ച് ആയിട്ടിരിക്കാം. കഠിനാധ്വാനത്തിലൂടെ എന്താണ്, നമുക്ക് റിച്ച് ആകാൻ പറ്റും. We don't need to pay sadhu and holy men for that. Okay, villager 2. Oh, മൈ 2 ഗോൾഡ് കോയിൻ. അപ്പോൾ വില്ലേജർ 2 എന്ന് പറയുന്നത് നേരത്തെ ഗോൾഡ് കോയിൻസ് ഒക്കെ കൊടുത്തതാണ്. ഓ മൈ 2 ഗോൾഡ് കോയിൻസ്. രാമൻ, ഡോണ്ട് വറി, ദ കിങ്സ് മെൻ വിൽ അറസ്റ്റ് ദ ഇമ്പോസ്റ്റർ. എവറി വൺ വിൽ ഗെറ്റ് ദെയർ മണി ബാക്ക്. രാമൻ എന്താണ് പറയുന്നത്? അവരെ ആശ്വസിപ്പിക്കുകയാണ്, വിഷമിക്കേണ്ട, ഞങ്ങളുടെ രാജാവിൻ്റെ ആൾക്കാരെന്ത് ചെയ്യും? ഈ സാധുവിനെ പിടിച്ചെടുക്കും. അതിനുശേഷം അവനിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, മണിയെല്ലാം നിങ്ങൾക്ക് തിരികെ തരും. Okay, Raman goes back to the court and tell the king the whole story. നമ്മുടെ കിങ് ആണ് പറഞ്ഞയച്ചതല്ലേ സാധു ആരാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ തിരിച്ച് നമ്മുടെ രാമൻ എന്ത് ചെയ്യുന്നു? കോർട്ടിലേക്ക് തിരിച്ചു പോകുന്നു. കിങ്ങിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. രാമൻ goes back to the court and tell the kings the whole story. Okay. Okay, all of you take your notebook please. ഇപ്പോൾ ഹാർഡ് വേർഡ്സ് ആണ് നമുക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, luckiest man, screams, Danny, jostles, imposter.
First one, luckiest man. L-U-C-K-I-E-S-T, luckiest man. M-A-N. Screams, S-C-R-E-A-M-S, screams. Then D-E-N-Y. Jostles, J-O-S-T-L-E-S, jostles. Imposter, I-M-P-O-S-T-O-R, imposter. Okay, luckiest man, screams, Denny, jostle, imposter. Okay, അപ്പോൾ ഹാർഡ് വേർഡ്സ് 5 times, ഓരോന്നും 5 times ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്ബുക്ക് കാണിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കെ, നമുക്ക് പഠിക്കാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുകയാണല്ലോ, പഠിക്കാനുണ്ടല്ലേ? ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ, അപ്പൊ പഠിക്കാം. ടീച്ചർ പഠിപ്പിക്കാൻ പോവുകയാണ്. പഠിപ്പിക്കുന്ന ആളുകൾ എപ്പോഴും എന്താണ് ശ്രദ്ധിക്കുക, അല്ലേ? ഓക്കെ, റീഡിംഗ് പ്ലീസ് ലിസൺ ചിൽഡ്രൻ. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെയൊരപ്പൂപ്പൻ, മുട്ടോളമെത്തുന്ന കൊച്ചുമുണ്ടും മൊട്ടത്തലയും തെളിഞ്ഞ കണ്ണും, മുൻവരി പല്ലില്ല പുഞ്ചിരിയും വെണ്ണര ചൂടും വിരിഞ്ഞ മാറും. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെയൊരപ്പൂപ്പൻ. ഇഷ്ടായോ? കവിത ഇഷ്ടായോ? ഒന്നുകൂടെ ടീച്ചർ വായിക്കട്ടെ. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെയൊരപ്പൂപ്പൻ, മുട്ടോളമെത്തുന്ന കൊച്ചുമുണ്ടും മൊട്ടത്തലയും തെളിഞ്ഞ കണ്ണും, മുൻവരി പല്ലില്ല പുഞ്ചിരിയും വെണ്ണര ചൂടും വിരിഞ്ഞ മാറും. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെയൊരപ്പൂപ്പൻ. ബാക്കി ലൈൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഹാർഡ് വേർഡ്സ് 2 ഹാർഡ് വേർഡ്സ് ഉണ്ട്. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. പാഠം 15 നേരാണ്. അപ്പൂപ്പൻ, വെണ്ണര. അപ്പൂപ്പൻ, വെണ്ണര. റൈറ്റ് 5 times എഴുതണം. 5 times എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. കൂട്ടക്ഷരങ്ങളാണ് അല്ലേ? കൂട്ടക്ഷരമാണ്. പ എന്ന കൂട്ടക്ഷരമാണ് വരുന്നത്. അപ്പൂപ്പൻ, അപ്പൂപ്പൻ. പിന്നെ ഒരു ചില്ലക്ഷരമുണ്ട്. പിന്നെ ഏതാ ഉള്ളത്? അടയാളം അല്ലേ? ഊ അടയാളമുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ, വെണ്ണര, ഈ 2 വാക്കും എഴുതി ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ബട്ടർഫ്ലൈസ്. ഹൗ ആർ യു? ഓൾ ആർ ഫൈൻ. എല്ലാവരും ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കന്മാരായിട്ട് ഇരിക്കുവാണല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, പഠിച്ചു തുടങ്ങാം. ഓക്കെ ചിൽഡ്രൻ? ഓക്കെ, അപ്പോൾ നമുക്ക് മാത്സ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ്. പേജ് നമ്പർ 57. ഓക്കെ, ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് പഠിക്കേണ്ടത്. ഡ്യൂറേഷൻ ഓഫ് ടൈം മീൻസ് ദ ടൈം പാസ് ബിറ്റ്വീൻ 2 events. ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂറേഷൻ ഓഫ് ടൈം മീൻസ് ടൈം പാസ്ഡ് ബിറ്റ്വീൻ 2 events. 2 eventsൽ ഇടയ്ക്ക് പാസ് ചെയ്ത ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, രാജ് ലീവ്സ് ഹോം അറ്റ് 6 o'clock ഇൻ ദി മോർണിംഗ്. അപ്പോൾ രാജ് 6 o'clock, ടൈം 6 o'clock-നാണ് മോർണിംഗ് വീട്ടിൽ നിന്ന് പോകുന്നത്. ഹി റീച്ചസ് ഹിസ് സ്കൂൾ അറ്റ് 7 o'clock. അവൻ അവൻ്റെ സ്കൂളിൽ 7 o'clock-ന് എത്തുന്നു. അപ്പോൾ 6 o'clock-ന് മോർണിംഗ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഹി റീച്ചസ് ഹിസ് സ്കൂൾ അറ്റ് 7 o'clock. ഓക്കെ, ഇറ്റ് ടേക്സ് രാജ്. അപ്പോൾ എത്ര ടൈമാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്താനായിട്ട് രാജ് എടുത്ത ടൈം? എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 7 o'clock-ന് എന്താണ് നമ്മുടെ രാജ് സ്കൂളിലെത്തി. അപ്പോൾ 7 - 6 എന്ന് പറയുന്നത് രാജ് ലീവ്സ് ഹോം അറ്റ് 6 o'clock. ഓക്കെ, 7 - 6 1. ഓക്കെ, 1 hour ടു റീച്ച് സ്കൂൾ. സ്കൂളിലേക്ക് എത്താനായിട്ട് 1 hour ടൈം, 1 മണിക്കൂർ ടൈം രാജ് എടുത്തു. സോ ദ ഡ്യൂറേഷൻ ഓഫ് ടൈം ഈസ് 1 hour. അപ്പോൾ ആവശ്യമായ സമയം, ആ എടുത്ത ടൈം എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ടൈം ഈസ് 1 hour. Okay, next calculating time.
ഇങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വി ആൾറെഡി നോ ദാറ്റ് ദെയർ ആർ 24 hours ഇൻ 1 day. നമുക്കറിയാം 1 day എന്ന് പറയുന്നത് 24 hours ചേരുമ്പോഴാണ് 1 day. ആൻഡ് ഈച്ച് അവർ ഹാസ് 60 minutes. ഓരോ അവറിനും 60 minutes ചേരുന്നതാണ് 1 hour. ഓൾസോ ദെയർ ആർ 60 seconds ഇൻ 1 minute. അപ്പോൾ 1 minute എന്ന് പറയുന്നത് 60 seconds ആണ്. ലെറ്റ്സ് യൂസ് ദിസ് നോളേജ് ടു കാൽക്കുലേറ്റ് ടൈം. നമുക്ക് ഈ ഒരു നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ 1 day എന്ന് പറയുന്നത് 24 hours ആണ്. ദെൻ 60 minutes എന്ന് പറയുന്നത് 1 hour. അപ്പോൾ 1 hour എന്ന് പറയുന്നത് 60 minutes ആകുമ്പോഴാണ്. ഓക്കെ, ഓൾസോ ദെൻ 60 seconds ഇൻ 1 minute. ഓക്കെ, ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് അവർ ഇൻ 4 days. നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് അവേഴ്സ് ഇൻ 4 days. 4 daysൽ എത്ര അവർ ആണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അവേഴ്സ് ഇൻ 1 day. ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? അവേഴ്സ് ഇൻ 1 day എന്ന് പറയുന്നത് 24 ആണ്. 24 hours ആണ്. ഓക്കെ, ദ അവർ ഇൻ 4 days. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് 4 daysൽ എത്ര അവർ ആണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 24 ആണ് 1 day. അപ്പോൾ 1 day is equal to 24 hours. അപ്പോൾ 20 hours in 4 days എന്ന് പറയുന്നത് 24 into 4 96 ആണ്. There are 96 hours in 4 days. അപ്പോൾ 4 ദിവസം 4 days എന്ന് പറയുന്നത് എത്ര hours ആണ്? 96 hours ആണ്. ഓക്കെ, then how many minutes or second are there in 2 hours? 2 hoursൽ എത്ര മിനിറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ചേരുന്നതാണ്? അപ്പോൾ മിനിറ്റ്സ് ഇൻ 1 hour. മിനിറ്റ്സ് ഇൻ 1 hour. ഒരു അവറിൽ 60 minutes ആണ്. ഓക്കെ, അല്ലെങ്കിൽ 60 minutes ചേരുമ്പോഴാണ് 1 hour ആകുന്നത്. ഓക്കെ, അപ്പോൾ മിനിറ്റ്സ് ഇൻ 2 hour. 2 hour ആകുമ്പോഴോ 60 into 2 120. ഓക്കെ, ദെൻ സെക്കൻഡ് ഇൻ 1 minute 60 ആണ്. സെക്കൻഡ് ഇൻ 1 minute. 1 minutesൽ എത്ര സെക്കൻഡ് ആണ്? 60 seconds. 60 seconds ചേരുന്നതാണ് 1 minute. ഓക്കെ, സെക്കൻഡ് ഇൻ 120 minutes. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 120 മിനിറ്റ്സിൽ എത്ര സെക്കൻഡ് ആണ്? അപ്പോൾ 60 into 120 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ആൻസർ കിട്ടുന്നു. ഓക്കെ, 7200. There are 120 minutes or 7200 seconds in 2 hours. Okay, next exercise. Anjali's daily routine is given below. Write the duration of time for each activity. അഞ്ജലിയുടെ ഒരു ഡെയിലി റൊട്ടീനാണ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. ഈച്ച് ആക്ടിവിറ്റിയുടെയും ടൈം, ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, wakes up in the morning. Wakes up in the morning 6 o'clock. Goes to school 7 o'clock. ഓക്കെ, 6 o'clock എഴുന്നേൽക്കുന്നു. ദെൻ ഗോസ് ടു സ്കൂൾ 7 o'clock. ഓക്കെ, അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 7 o'clock 7 minus 6. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് എഴുതുക. റീച്ചസ് സ്കൂൾ 8 o'clock. ഓക്കെ, ഈറ്റ്സ് ലഞ്ച് 8 മണിക്ക് സ്കൂളിലെത്തുന്നു. റീച്ചസ് സ്കൂൾ, ദെൻ ഈറ്റ് ലഞ്ച് കഴിക്കുന്നത് 11 o'clock. ദെൻ ഡ്യൂറേഷൻ ഓഫ് ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 11 minus 8. ദെൻ റീച്ചസ് ഹോം, ഡസ് ഹോംവർക്ക് 4 o'clock. വീട്ടിലെത്തുന്നത് 2 o'clock. ദെൻ ഹോംവർക്ക് ചെയ്യുന്നത് 4 o'clock. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം 4 minus 2. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദി ടൈം. ഇവിടെ ടൈം തന്നിട്ടുണ്ട്. ടൈം നൗ, ഇപ്പോൾ 1 o'clock. ടൈം ആഫ്റ്റർ 3 hours. അപ്പോൾ എന്താണ് ഇനി കണ്ടുപിടിക്കേണ്ടത്? 3 hours കഴിഞ്ഞുള്ള ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 o'clock ആണ്. ദെൻ ടൈം ആഫ്റ്റർ 3 hours. 3 hours കഴിയുമ്പോൾ എത്രയാണ് ടൈം എന്നുള്ളത് ഇവിടെ ഫിൽ ചെയ്യുക. ദെൻ 4:30. ടൈം നൗ 4:30. ദെൻ ടൈം ആഫ്റ്റർ 3 hours. 3 hours കഴിയുമ്പോൾ എത്ര ടൈമാണ് ആകുന്നതെന്ന് ഇവിടെ ഫിൽ ചെയ്യുക. ഓക്കെ, ദെൻ ടൈം നൗ 3. ദെൻ ടൈം 2 hours ബിഫോർ. 2 അതായത് ഇപ്പോൾ ടൈം 3 ആണ്. 2 hours ബിഫോർ, 2 hours 2 മണിക്കൂർ മുന്നേ ടൈം എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ ഫിൽ ചെയ്യുക. അങ്ങനെ ഓരോന്നും വളരെ കെയർഫുള്ളായിട്ട്
ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ്. ഹൗ മെനി അവേഴ്സ് വിൽ ബി ദെയർ ഇൻ 2 days? ഹൗ മെനി അവേഴ്സ് ദെയർ വിൽ ബി there in 2 days, 5 days and 1 week. Then calculate the number of minutes. Number of minutes 1 day illathu 4 hours and 6 hours. Then calculate the number of seconds. 30 minutes എത്ര സെക്കൻഡ് ആണ്? ദെൻ 7 hours and 1 day. ഇപ്പം എന്താ ചെയ്യുക, വളരെ നീറ്റായിട്ട് ടൈം എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, all of you take your notebook. Calculating time. Calculate the number of hours in 4 days. Okay, calculate the number of hours in 4 days. 4 days എന്താണ് അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമ്പർ ഓഫ് അവേഴ്സ് ഇൻ 4 days. അവർ ഇൻ 1 day. 1 day എന്ന് പറയുന്നത് 24 hours ആണ്. ഓക്കെ, അപ്പോൾ അവേഴ്സ് ഇൻ 4 days. ഓക്കെ, അപ്പോൾ 24 hours ആണ് 1 day. ഓക്കെ, 24 into 4. ഓക്കെ, 24 into 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 96 എന്ന ആൻസർ കിട്ടുന്നു. ദെയർ ആർ 96 hours in 4 days. അപ്പോൾ 4 days 4 ദിവസം എത്ര അവേഴ്സാണ്? 96 hours ആണ്. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ 6 days. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്നതുപോലെ 6 days നമ്പർ ഓഫ് അവേഴ്സ് കണ്ടുപിടിക്കുക. 6 days എത്ര അവേഴ്സാണുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അവേഴ്സ് ഇൻ 1 day എത്രയാണ്? 24 hours. ഓക്കെ, അപ്പോൾ അവേഴ്സ് ഇൻ 6 days. ഓക്കെ, ദെൻ നെക്സ്റ്റ് Anjali wakes up in the morning 6 o'clock, goes to school 7 o'clock. Anjali wakes up, Anjali എഴുന്നേക്കുന്നത് 6 o'clockനാണ്, goes to school 7 o'clock. ഓക്കെ, ഡ്യൂറേഷൻ ഓഫ് ടൈം ഡ്യൂറേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 7 o'clock അവൾ സ്കൂളിൽ എത്തിയ ടൈം, ദെൻ എഴുന്നേറ്റത് 6 o'clock ആണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 7 minus 6. ഓക്കെ, അപ്പോൾ ആൻസർ നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്ബുക്ക് കാണിക്കുക. ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കെ, നമുക്ക് പഠിക്കാം. എല്ലാവരും ഹാപ്പി ആയിരിക്കാണല്ലോ പഠിക്കാനായിട്ടല്ലേ? ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ, അപ്പോൾ പഠിക്കാം. ടീച്ചർ പഠിപ്പിക്കാൻ പോവുകയാണ്. പഠിപ്പിക്കുന്ന ആളുകൾ എപ്പോഴും എന്താണ് ശ്രദ്ധിക്കുക അല്ലേ? ഓക്കെ, പ്ലീസ് ചിൽഡ്രൻ ടേക്ക് യുവർ ടെക്സ്റ്റ് ഹിന്ദി ടെസ്റ്റ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കവിത വായിച്ചു. ഹം നൻഹെ നൻഹെ ബച്ചേ ഹൈം എന്നുള്ളത് വായിച്ചു. ടീച്ചർ ഒരു പ്രാവശ്യം വായിക്കുവാണ്. ഹം നൻഹെ നൻഹെ ബച്ചേ ഹൈം നാദാൻ ഉമർ के कच्चे हैं पर अपनी धुन के सच्चे हैं जननी की जय जय गाएंगे भारत की ध्वजा उठाएंगे अपना पद कभी न छोड़ेंगे अपना प्रण कभी न तोड़ेंगे हिम्मत से नादा जोड़ेंगे हम हिमगिरी पर चढ़ जाएंगे भारत की ध्वजा उठाएंगे हम भय से कभी न ढोलेंगे अपनी ताकत को तोलेंगे जननी की जय जय बोलेंगे अपना सिर फेंट चढ़ाएंगे ഭാരത് കി ധ്വജ ഉഠായെങ്കിൽ. സോഹൻലാൽ ദ്വിവേദിയാണ് ഈ കവിത എഴുതിയത്. നമുക്കിന്ന് ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് നമുക്കിന്ന് എഴുതേണ്ടത്. ഓൾ ഓഫ് യു ടേക്ക് ടെക്സ്റ്റ് ആൻഡ് പേജ് നമ്പർ 65. സഹി ശബ്ദ ചുൻകർ കവിത കി പങ്ക്തിയാം പൂരി കീജിയേ. ഇവിടെ കുറച്ച് സെൻറ്റൻസ് നമ്മുടെ കവിതയുടെ സെൻറ്റൻസ് തന്നെയാണ്, നമ്മൾ വായിച്ച കവിതയുടെ സെൻറ്റൻസ് തന്നെയാണ്. അതിൽ വിട്ടുപോയ ഫില്ലപ്പാണ്. അതിൽ കറക്റ്റ് ആൻസർ ഇവിടെ ബോക്സിൽ തന്നേക്കുന്നു. പ്രണ പദ നാഥാൻ ഹിമ്മത്ത് ധുൻ. ഫസ്റ്റ് എന്താണ്? നാഥാൻ ഉമർ കെ കച്ചേ ഹൈം. ഇവിടെ വരേണ്ടത് എന്താണ്? ആ വരിയാണ്. നാഥാൻ ഉമർ കെ കച്ചേ ഹൈം പർ അപ്പനി ധുൻ കെ സച്ചേ ഹൈം. ഇവിടെ വരേണ്ടത് എന്താണ്? ധുൻ. ഇവിടെയോ നാഥാൻ. നാഥാൻ എന്താണ്? ഇന്നസെൻറ്റ്, നിരപരാധി അല്ലേ? യെസ്. ദെൻ പർ അപ്പനി ധുൻ കെ സച്ച് ഹേം. എന്താണ്? ആ കുട്ടികളുടെ വരികളാണ്. ടീച്ചർ വായിച്ചത് പറഞ്ഞു തന്നായിരുന്നു. ധുൻ എന്താണ്? ട്യൂൺ. അപ്പന പദ് കഫീന ചോടേങ്കെ. പദ് എന്താണ്? പാത്ത്, രാസ്ത, വഴി. അപ്പന പ്രണ കഫീന തോടേങ്കെ. പ്രണ പ്രതിജ്ഞ. കറക്റ്റ് വരേണ്ടുന്ന ആൻസേഴ്സാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് വന്നിട്ട് എന്താണ്? ഡേഷ് സെ നാഥ ജോഡേങ്കെ. ഹിമ്മത്ത്. ഹിമ്മത്ത് എന്താണ്? ധൈര്യം. ഇവിടെ എഴുതേണ്ടത് ഹിമ്മത്ത്. ഓക്കെ, ക്ലിയർ. ദെൻ ഭാഷ കി ബാത്ത്.
പഠിയെ സമച്ചിയെ और एक शब्द स्वयं लिखिए. ഇവിടെ നോക്കിയേ, ചക്ക, പക്ക, പിന്നെ ഇവിടെ വരേണ്ടത് എന്താണ്? ചക്ക. ചക്ക എന്താണ്? ഫ്ലൈ വീലാണ്, ചക്രം, വറക്കുന്ന ചക്രം. ദെൻ പക്ക, പക്ക മീൻസ് ഡെഫിനറ്റ്ലി, തീർച്ചയായും എന്ന് പറയുന്ന പോലെ പക്ക. ദെൻ ഇവിടെ നമുക്ക് എഴുതേണ്ടത് എന്താണ്? ചക്ക. ചക്ക എന്താണ്? ഗ്രൂപ്പ് ഓഫ് 6 എന്നർത്ഥം വരും, 6കളുടെ കൂട്ടം. ച വരുന്ന നോക്കിയേ, സച്ച അല്ലേ? സച്ച സത്യം, ബച്ച കുട്ടി, കച്ച എന്ന് പറയുന്നത് എന്താണ്? അസംസ്കൃത വസ്തു. ഇവിടെ നോക്കുക, കൂട്ടക്ഷരങ്ങളാണിത്. കൂട്ടക്ഷരം 2 ഖ, ഒരു കായുടെ പകുതിയും കായും, ക, ചായയുടെ പകുതിയും ചായ് ച, ലായുടെ പകുതി ല, തായുടെ പകുതി ത. ദെൻ ല, ബില്ല, പില്ല, ചല്ല. എന്താണ്? ബില്ല. എന്താണ്? ബാഡ്ജ്. പില്ല എന്താണ്? പപ്പി. പപ്പി അറിയാമല്ലോ എന്താണെന്ന്. പപ്പി എന്താണ്? നമ്മുടെ പപ്പിക്കുട്ടി, പട്ടിക്കുട്ടി. യെസ്. ദെൻ എന്താണ്? ചല്ല. ചല്ല എന്താണ്? റിങ്, മോതിരമാണ്. അതവിടെ എഴുതേണ്ട ചല്ല. സെയിം വേർഡാണ്. ദെൻ ത, പത്ത, ലീഫ്, കുത്ത, ഡോഗ്. ചത്ത എന്താണ്? ബീഹൈവ്, തേനീച്ചക്കൂട്. ഓക്കെ, ക്ലിയർ. ചക്ക, കച്ച, ചല്ല, ചത്ത. ഇവിടെ എത്ര എഴുതുക. ദെൻ സഹി സമാനാർത്ഥ, സഹി സമാനാർത്ഥ ശബ്ദ पर ടിക്ക് ലഗായിയെ. സെയിം ആയിട്ടുള്ള മീനിങ് വരുന്ന ആൻസേഴ്സും ഉണ്ട്, തെറ്റും ഉണ്ട് കേട്ടോ, റോങ് ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ളതിൽ മാത്രം ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മീനിങ്സ് ടീച്ചർ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അറിയാം. അപ്പോൾ അറിയാം, നോക്കുക. പദ്, പദ് എന്താണ്? പാത്ത് അല്ലേ? ഇവിടെ ഹിന്ദിയിൽ എൻ്റെ സെയിം മീനിങ് മാർഗ്, രാസ്ത എന്ന് പറയും, വഴി എന്നാണ്. ഓക്കെ, ബാക്കി തെറ്റായ ആൻസറാണ്. ദെൻ സെക്കൻഡ് വൺ പ്രണ. പ്രണ എന്താണ്? പ്രതിജ്ഞ. ഇവിടെയുണ്ട് കറക്റ്റ് ആൻസർ, ടിക്ക് ഇവിടെ ഗിയർ. ദെൻ ധ്വജ. എന്താണ് ധ്വജ? ഫ്ലാഗ് ആണ്. ഇവിടെ സെയിം വേർഡ് ഏതാണ്? പതാക. കറക്റ്റ്, ഇവിടെ ടിക്ക് ചെയ്യുക. ദെൻ ഹിമ. ഹിമ മീൻസ് ബർഫ്. ബർഫ് എന്താണ്? ഐസ്. ഐസാണ്. ഇവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്. ബാക്കി റോങ് ആൻസേഴ്സ്. താക്കത്ത്. താക്കത്ത് മീൻസ് ശക്തി അല്ലേ? സ്ട്രെങ്ത്. ഇവിടെയാണ് കറക്റ്റ് ടിക്ക് ചെയ്യേണ്ടത്, ഇവിടെയാണ്. കുച്ച് കർണേ കി ബാത്ത് പറയുവാണ്. ഇവിടെ കുറച്ച് എന്താണെന്ന് നോക്കാം. ഭാരത് കെ രാഷ്ട്രീയ झंडे का चित्र खाभी में बनाइए और उसमें रंग भरिए. നമ്മുടെ ഭാരതത്തിലെ ദേശീയ പതാക വരച്ച് അതിൻ്റെ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് ഇക്ബാൽ ദ്വാര ലിഖി ഏക കവിത പഠിയേ. ഓക്കെ, മുഹമ്മദ് ഇക്ബാലാണ് സാരെ ജഹാം സെ അച്ച എന്ന റൈമ് കവിത എഴുതിയത് കേട്ടോ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ കവിതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ് കവിത മേ കഹാ ഗയാ ഹേ കി ഭാരത് മേ അനേക നദിയാ ബഹത്തി ഹൈം. ധാരാളം നദികൾ നമ്മുടെ ഭാരതത്തിൽ ധാരാളം നദികൾ ഒഴുകുകയാണ് അല്ലെ? നദിയാ ബഹത്തി ഒഴുകുന്നതാണ്. ഇസ് കവിത മേ കഹാ ഗയാ ഹേ കി ഭാരത് മേ അനേക നദിയാ ബഹത്തി ഹൈം. ഈ കവിതയിൽ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ അധികമായ നദികൾ ഒഴുകുകയാണ്. ആ നദികളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ടീച്ചർ അത് വായിച്ചു തരാം. കിൻഹി തീൻ, ആ നദി ഏതെങ്കിലും 3 നദികളുടെ പേരെഴുതുക. ഏതാണ്? ഗംഗ, യമുന, കാവേരി. നിങ്ങളിവിടെ ടെക്സ്റ്റിൽ ഇത് ഇത്ര എഴുതണം. ഗംഗ, യമുന, കാവേരി. ഈ നദികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ടീച്ചർ വായിക്കുമ്പോൾ വേണം ശ്രദ്ധിക്കുക. സാരെ ജഹാം സെ അച്ച ഹിന്ദോ രസ്താം ഹമാര हम बुलबुले हम इसकी ये गुलस्तां हमारा पर्वत वो सबसे ऊंचा हम साया आसमां का वो संदरी हमारा वो पासबाम हमारा गोदी में खेलती हैं इसकी हज़ारें नदियाँ गुलशन है जिनके दम से रश्क ये जिम्ना हमारा मज़हब नहीं सिखाता आपस में बैर रखना हिंदी है हम वतन है हिंदोस्तान हमारा. ക്ലിയർ? അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്, വർണ്ണിക്കുന്നത്? നദികളെക്കുറിച്ചാണ്. ഇവിടെ പ്രധാനപ്പെട്ട
തീൻ നദിയോം കെ നാം ബദായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗംഗ, യമുന, കാവേരി. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്ക്. ആൻസർ ദ ഫോളോയിങ്. ഇസ് കവിത മേ ഹം കോൻ ഹേം. ഹം കോൻ ഹേ. ഇസ് കവിത മേ ഹം കോൻ ഹേം. ഹം എന്ന് പറയുന്നത്, ഈ കവിതയിൽ ഹം എന്ന് പറയുന്നത് ആരാണെന്നാണ് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ഈ കവിതയുടെ പേരെന്താണ്? ഹം നൻഹേം ബച്ചേ ഹൈം എന്നുള്ളതാണ് അല്ലേ. ഇവിടെ കവിതയിൽ എന്താണ് ഹം ആരാണ്? ബച്ചേ ഹൈമാണ് അല്ലേ. കുട്ടികളെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. കവിത മേ കിസ്കി ജയ് ബോലൻ കി ബാത് കി ജാ രഹി ഹേ. കവിതയിൽ ആരെയാണ് ജയ് ബോലൻ, ജയ് എന്ന് വിളിക്കുന്നത്, ജയ് എന്ന് വിളിക്കുന്നത് ആരെക്കുറിച്ചാണ്? കവിത മേ ഭാരത് മാതാ കി ജയ് ബോൽനെ കി ബാത് കി ഗയ്. കവിതയിൽ ഭാരത് മാതാവിനെ ജയ് എന്ന് വിളിക്കുന്നതാണ് പറയുന്നത്, എന്ന് വിളിക്കുന്ന കാര്യമാണ് പറയുന്നത്. യഹ് കവിത കിസ്നെ ലിഖി ഹെ. ഈ കവിത ആരാണ് എഴുതിയത്? യഹ് കവിത സോഹൻലാൽ ദ്വിവേദീനെ ലിഖി ഹെ. ഈ കവിത സോഹൻലാൽ ദ്വിവേദിയാണ് എഴുതിയത്. ക്വസ്റ്റ്യൻ, ബച്ചെ ക്യാ നഹീം ഛോടേങ്കെ. ബച്ചെ കുട്ടികൾ എന്താണ് പിന്മാറില്ല എന്ന് പറയുന്നത്, വിട്ടു പോകാത്തത് എന്താണ്? ബച്ചെ അപ്പനാ പദ് കഫി നഹീം ചോടേങ്കെ. കുട്ടികൾ പറഞ്ഞത് കുട്ടികളുടെ വഴി ഒരിക്കലും പിന്മാറില്ല. പാത അല്ലേ, പദ മീൻസ് എന്താണ്? പാത്ത്, രാസ്ത. വഴി ഒരിക്കലും വിട്ടു പോകില്ല, വഴി പിന്മാറില്ല. കുട്ടികൾ തങ്ങളുടെ വഴി പിന്മാറില്ല എന്നാണ് പറയുന്നത്. ദെൻ ബച്ചെ കിസ് സേ നാ ഡോലേങ്കെ ഔർ ക്യാ തോലേങ്കെ. എന്താണ് കുട്ടികൾ ഭയന്ന് മാറാത്തത്? ദെൻ എന്താണ് അവരുടെ എന്ത് ശക്തിയാണോ അളന്ന് നോക്കാത്തത് എന്നുള്ളതാണ്. ക്യാ തോലേങ്കെ, എന്താണ് അളന്ന് നോക്കാത്തത്? നൻഹേ ബച്ചെ ഭയ സേ കഭി നാ ഡോലേങ്കെ. ഭയന്ന്, കുട്ടികൾ ഒരിക്കലും ഭയന്ന് പിന്മാറില്ല, ഭയന്ന് കുലുങ്ങില്ല, പിന്മാറിപ്പോകില്ല. അവർ അപ്പനി താക്കത് കോ തോലേങ്കെ. തങ്ങളുടെ ശക്തി, തങ്ങളുടെ ധൈര്യത്തെ അളന്നു നോക്കും എന്നാണ് പറയുന്നത്. ബച്ചെ കിസ്സെ ന ഡോലേങ്കെ ഔർ ക്യാ തോലേങ്കെ. നൻഹേ ബച്ചെ ഭയ സേ കഫി ന ഡോലേങ്കെ ഔർ അപ്പനി താക്കത് കോ തോലേങ്കെ. റൈറ്റ് ദ മീനിങ്സ്. നാദാൻ ഇന്നസെൻറ്റ്, നിരപരാധി. ധുൻ ട്യൂൺ, ശബ്ദം അല്ലേ, ഈണം. ധ്വജ് ഫ്ലാഗ്, പതാക. പഥ് പാത്ത്, വഴി, രാസ്ത. താക്കത്ത് സ്ട്രെങ്ത്, ശക്തി. നാഥ റിലേഷൻഷിപ്പ്. ഓക്കെ, ക്ലിയർ. വൺസ് മോർ ടു റീഡിങ്. നാഥാൻ ഇന്നസെൻറ്റ്, ധുൻ ട്യൂൺ, ധ്വജ് ഫ്ലാഗ്, പഥ് പാത്ത്, താക്കത്ത് സ്ട്രെങ്ത്, നാഥ റിലേഷൻഷിപ്പ്. ഓക്കെ, ഗുഡ് ചിൽഡ്രൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഭംഗിയായിട്ട് നോട്ട് എഴുതുക, ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.